ഏഴാമത് ആണ്ട് നേർച്ചയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല ഈയൊരു സംഗമം പരിപൂർണമായും സ്വീകരിച്ച് അവരുടെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഈ പരിശുദ്ധമാക്കപ്പെട്ട ആണ്ട് നേർച്ച ഒരുപാട് ആളുകളുടെ നസീമമായ സഹകരണം കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ വർഷവും 17ാമത് ആണ്ട് നേർച്ചയും അതിവിപുലമായി ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താൻ സാധിച്ചു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ നസീമമായ സഹകരണങ്ങളുണ്ട്. മഹല്ലിലെ മുഴുവൻ ജനങ്ങളും, അതുപോലെ തന്നെ അയൽ നാട്ടുകാരും, അതുപോലെ തന്നെ വന്യനായ ഉസ്താദിനെ സ്നേഹിക്കുന്ന, ഉസ്താദിനെ പരിചയമുള്ളതായ ആളുകളൊക്കെ സഹകരണം കൊണ്ടാണ് ഇത്രയും കാലം ഈ പരിശുദ്ധമാക്കപ്പെട്ട ആണ്ട് നേർച്ച ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ബുധനാഴ്ച മജ്‌ലിസുൻ നൂറോടുകൂടി തുടക്കം കുറിച്ച് രണ്ടാമത്തെ ദിവസം ഉദ്ഘാടന ഭാഷണവും ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിവന്യരായ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റു ആലിമീങ്ങളൊക്കെ പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനവും, അതുപോലെ തന്നെ ഇന്നലെ രണ്ടാമത്തെ ദിവസം കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനായ ബാഖൽ ഉസ്താദിന്റെ പ്രഭാഷണവും, ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ദിക്ർ ദുആ മജ്ലിസാണ്. നമുക്കൊക്കെ അറിയാം, ഒന്നിനായ ശൈഖുനാ കുഞ്ഞാപ്പ ഉസ്താദ് കാണിച്ചു തന്ന ആ ഒരു മാർഗം അത് തന്നെയാണ്. നീണ്ട 40ഓളം വർഷം നമ്മുടെ പള്ളിയിൽ ഈ ചെരുവിലിരുന്നിട്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണവും, അതുപോലെ തന്നെ അവരുടെ വിശുദ്ധി കണ്ട്, അവരുടെ ജീവിതം കണ്ട് പഠിച്ചതായ ആളുകളാണ് ഇന്നുള്ള ഈ തലമുറയിലുള്ള ആളുകൾ. ഇത്തരം ആണ്ടുകളും അതുപോലെ തന്നെ അനുസ്മരണങ്ങളിലൊക്കെ വരുന്ന മക്കൾക്ക്, അതല്ലെങ്കിൽ ഭാവിയിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നരായ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റിയും നാട്ടുകാരും ഒക്കെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, മഹാനവറുകളൊക്കെ ഏറ്റവും താല്പര്യമുള്ള വിഷയമായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. കേവലം ഒരു പള്ളിയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുകയായിരുന്ന സമയത്ത് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുമായി ബന്ധപ്പെട്ട്, മാത്രവുമല്ല ദർസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സൂഫിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട് അങ്ങനെ അറിയുന്ന ഒരുപാട് മഹാന്മാരായ ഉസ്താദുമാരൊക്കെ നീലാഞ്ചേരി കുഞ്ഞാപ്പ ഉസ്താദിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയുള്ളൊരു വർത്തമാനമായിരുന്നു. ഏതായിരുന്നാലും ചെറിയ പ്രായത്തിൽ തന്നെ ദീനിനോടും, അതല്ലെങ്കിൽ ദീനിന്റെ ഷിആറുകളോടും, അതുപോലെ തന്നെ മഹാന്മാരുമായും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാലം പഠനം നടത്തി അവസാനം ദൈവബന്ധിൽ പോയി ബിരുദം എടുത്ത് നാട്ടിൽ വന്ന് തിരിച്ചു വന്ന് ആ ഒരു കാലഘട്ടത്തിൽ അക്ഷരാഭ്യാസമില്ലാത്ത നീലാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ, അന്ന് മതവിജ്ഞാനവും ഭൗതികവിജ്ഞാനവും അറിയാത്ത ആ കാലഘട്ടത്തിൽ പോലും ഒന്നിനായ ശൈഖുനാ ഉസ്താദ് അവർക്ക് വലിയ ഇൽമിന്റെ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടനുഭവിച്ചതായിരുന്നു. വെറും അറബി മാത്രമല്ല, ഇംഗ്ലീഷും ഉറുദുവും ഫാരിസി ഭാഷകളടക്കമുള്ള ഒരുപാട് ഭൗതിക വിഷയങ്ങളുമായിട്ട് കഴിവുള്ള വലിയ മഹാപണ്ഡിതനായിരുന്നു ഒന്നിനായ കുഞ്ഞാപ്പ ഉസ്താദ്. എന്തിനേറെ പറയുന്നു, മുസ്ലിമീങ്ങൾ മാത്രമല്ല ഇതര മതസ്ഥരെ പോലും ഒന്നിനായ ഉസ്താദിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് ഉസ്താദിന് ഏറ്റവും താല്പര്യമുള്ള വിഷയം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആയതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് 2-3 ആണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായി നമ്മുടെ നീലാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് വിശുദ്ധമാക്കപ്പെട്ട തഹ്ഫീദുൽ ഖുർആൻ സ്ഥാപനം സ്ഥാപിക്കുകയും ഒരുപാട് ആളുകൾ അതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു. നമുക്കൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്, ഇത്തരം ഈ ഒരു പരിപാടിയിൽ കിട്ടുന്നതായ സംഖ്യകളും അതുപോലെ തന്നെ മറ്റുള്ളതായ ആളുകളുടെ സഹകരണങ്ങൾ കൊണ്ടുമാണ് ഈ ഒരു ആണ്ട് നേർച്ച
ഈ ആണ്ട് നേർച്ചയിൽ മിച്ചം കിട്ടുന്ന കാശ് കൊണ്ടുമാണ് നമ്മുടെ ഹിഫ്ള് കോളേജ് വളരെ മനോഹരമായി കൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. ഈ ആണ്ട് നേർച്ചയുടെ സമാപന ദിവസം അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ആലിമീങ്ങളോട് ഉണർത്തുകയാണ്. പ്രത്യേകിച്ച് ഉസ്താദിനെ സ്നേഹിച്ചതായ ആളുകളാണ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പരമാവധി ഖുർആൻ ഖത്മുകളും അതുപോലെ തന്നെ ദിക്റുകളും ദുആകളൊക്കെ നടത്തി ഒരുപാട് മഹത്തുക്കളായ ആളുകളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകൾക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ സംഗമത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി ഈ പരിപാടി കഴിയുകയും നാളെ മറ്റന്നാൾക്കുള്ള ഒരുക്കങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ രാവിലെ 7 മണിക്ക് ഞായറാഴ്ച 7 മണിക്ക് ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനയും അതുപോലെ തന്നെ മഖ്ബറ സിയാറത്തും അന്നദാനങ്ങളൊക്കെ നടക്കുന്നതാണ്. എല്ലാവരുടെയും സഹായങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടായിരിക്കണം, പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സാന്ദർഭികമായിട്ട് ഉണർത്താനുള്ളത്. ഇതിൻ്റെ അർപ്പിതമായിട്ടുള്ള വിഷയം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ സംഗമത്തില് അധ്യക്ഷൻ വഹിക്കുന്നത് അന്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പ ഉസ്താദിന്റെ അടുത്ത സുഹൃത്തും നമ്മുടെ നാട്ടുകാരനുമായ എല്ലാവർക്കും സുപരിചിതനായ വന്യരായ ശൈഖുന ഹസൻ ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവം അധ്യക്ഷ സ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീർ വാഫി ഉസ്താദാണ്. അവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രഭാഷണം നടത്തുന്നത് നമുക്കൊക്കെ പരിചയമുള്ള നമ്മുടെ നാട്ടുകാരനെ പോലെ എല്ലാ സംഗതിയിലും പ്രവർത്തിക്കുന്നതായ പ്രിയപ്പെട്ട ഫരീദ് റഹ്മാനി ഉസ്താദാണ്. ഉസ്താദ് അവറുകളെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതായ നമ്മുടെ മഹല്ല ഖാദി പ്രിയപ്പെട്ട ഉസ്താദ് അവറുകളെയും അതുപോലെ തന്നെ കോളേജിലെ ഉസ്താദുമാരെയും മദ്രസയിലെ സദർ ഉസ്താദ് മറ്റു ഉസ്താദുമാര് പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികള് അതുപോലെ തന്നെ നാട്ടുകാര് അയൽനാടുകളിൽ നിന്നൊക്കെ വന്ന പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദരങ്ങള് സഹോദരിമാര് വിദ്യാർത്ഥിനികള് പ്രിയപ്പെട്ട ഇതര സമൂഹത്തിൽപ്പെട്ടതായ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒന്നിരായ കുഞ്ഞാപ്പു ഉസ്താദിന്റെ ഈ ഒരു ആണ്ട് നേർച്ചയുമായി നടക്കുന്ന ദുആ മജ്ലിസിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദുആ നേതൃത്വം നൽകാൻ വേണ്ടി നമുക്കൊക്കെ പരിചയമുള്ള ഒന്നരായ ശൈഖുന അസീസ് ഉസ്താദ് മൂത്തേട മൗറുകളാണ്. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തുന്നതാണ്. അവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഈ സംഗമത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി ഒന്നരായ ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാഫിസ്ഥാനെ വളരെ സ്നേഹത്തോടുകൂടി പ്രസംഗ പീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളിദ് ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. اللهم صل على
سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد في العالمين إنك حميد مجيد. وبهمزة الكرار عم المصطفى أسد الإله وسيد الشهداء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കേടോ. ഉപ്പയെ പ്രിയം വച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. കള്ളശാപ്പിൽ നീ പോയിടാത്തത് സ്വർഗ കള്ളി കൊതിച്ചിട്ടോ. പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറിമാരെ നിനച്ചിട്ടോ. ഉളുവടുക്കുമ്പോൾ ആദ്യം കൽബിനോ തന്നെ നീ ഉളു ചെയ്യടോ. പായ് വിരിക്കുമ്പോൾ ആദ്യം കൽബിലൊരു കൽപ്പായ വിരിക്കടോ.